സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്ക് സായുജ്യം നൽകുമാറ്. 100 വർഷം കൂടുമ്പോഴാണ് ഭാരതത്തിൽ ശ്രീമദ് ഭാഗവത വിശ്വകീർത്തി മഹാസമ്മേളനം എന്ന നടത്തുന്നത്. 1008 ക്ഷേത്രങ്ങളിലായിട്ടാണ് ഭാഗവത സത്രം ഇതുമായി അനുബന്ധിച്ച് നടത്തുന്നത്. അതിൽ 108 ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിന്നാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് മധുരാപുരിയിലാണ്. ഇപ്രാവശ്യം അതിൻ്റെ തുടക്കം കുറിക്കുന്നത് കേരളത്തിലാണ്. അതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങുന്നെങ്കിലും പ്രധാനമായ ചടങ്ങുകൾ നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര തന്ത്രി കൂടിയായ ചേനാസ് ദിനേശൻ നമ്പൂതിരി അവറുകളാണ്. ഡിസംബറിൽ ഗുരുവായൂരിൽ നടക്കാൻ പോകുന്ന ആഗോളതലത്തിലുള്ള ഭാഗവത മഹാസമ്മേളനത്തിൻ്റെ നാന്ദിയായി നടത്തുന്ന ദേശീയ ഭാഗവത ദേവിയുടെ തിരുസന്നിധിയിലാണ് ഈ കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിന് 700 വർഷത്തിലേറെ പലപ്പോഴും പാരമ്പര്യവും ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഈ ക്ഷേത്രം നടയിൽ വന്നിരുന്ന ധ്യാനം നടത്തിയിട്ടുണ്ട്. ഗുരുദേവൻ ആദ്യം പ്രതിഷ്ഠിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയിൽ തന്നെ അമ്പലങ്ങൾക്ക് ഒരു നിർവചനം നൽകി. ജാതിഭേദം മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ക്ഷേത്രമെന്ന് ഗുരുദേവൻ ഉപദേശിച്ചു. ഭാഗവതം ഭാരതത്തിന്റെ അനശ്വരമായ സാംസ്കാരിക സമ്പത്താണ്. ഭാഗവതവും രാമായണവും ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇന്ന് നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, വ്യക്തമായ വ്യവസ്ഥിതികളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര ധാരണയുടെയുമായ നല്ല അന്തരീക്ഷം ഇവിടെ നിലനിന്നിരുന്നു എന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര സംഭവമാണ്. അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി, ഭാരതീയ സംസ്കാരത്തിന്റെ ശക്തി ഭാഗവതവും രാമായണവും ആണെന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതകളാണ്. രാമായണവും ഭാഗവതവും ബൈബിളും ഖുർആനുമെല്ലാം മനുഷ്യ നന്മ, മനുഷ്യ സ്നേഹം, അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപദേശങ്ങൾ. ആ ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാനമായി നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ ഭാഗവതത്തെ കുറിച്ച് അറിയാനും പഠിക്കാനും അറിയിക്കാനുമുള്ള അവസരങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതായി നമ്മൾ കണ്ടെത്തേണ്ടത് മതിയാകുന്നു. ഭാഗവത മഹാപുരാണത്തിന്റെ പ്രാധാന്യവും അതിലെ അതിമഹത്തായ തത്വങ്ങളും സന്ദേശങ്ങളും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ നൂറ്റാണ്ടിലും ഓരോ അന്തർദേശീയ സമ്മേളനങ്ങൾ നടക്കാം. അതിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സമ്മേളനം ഉത്തര മധുരയിൽ വെച്ചായി. ഈ നൂറ്റാണ്ടിലെ സമ്മേളനം ഈ വർഷം അവസാനം ഡിസംബറിൽ നമ്മുടെ സംസ്ഥാനത്ത് ഗുരുവായൂരിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ദേശീയ സമ്മേളനം. ഈ സമ്മേളനത്തില് പങ്കെടുക്കുന്ന പ്രതിനിധികൾ നിശ്ചയമായും ഇവിടെ നടക്കുന്ന ചർച്ചകൾ, ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക്, മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായി ഉയർന്നു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രീചക്ര പുരസ്കാരം സ്വീകരിക്കുന്നതിനായി പ്രശസ്ത സാഹിത്യകാരനും ഭാഗവത കഥാകാരനുമായ ശ്രീ ജി അരവിന്ദൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. സേവാരത്ന പുരസ്കാരം പ്രമുഖ സാമൂഹിക സാംസ്കാരിക നായകനും അന്തർദേശീയ ഫിലിം ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ
എല്ലാ ഭക്തന്മാരും ഭാഗവതത്തിൻ്റെ കഥ എന്ന് മാത്രമല്ല അതിൻ്റെ താത്വിക പ്രശ്നങ്ങൾ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ലയിച്ച് ഒരു ഭാഗവതോത്തമനായിട്ട് ജീവിക്കുവാനുള്ള ഒരു അവസരം, അതിൽ നല്ല മനസ്സോടുകൂടി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ വിശേഷ പൂജകളും കർമ്മങ്ങളും ഈ നാട്ടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആർഷഭാരതത്തിൻ്റെ ന്യായപരതയിൽ ലോകത്തിന് മഹത്തായ സന്ദേശം പകർന്നു നൽകുന്ന ഈ മഹാസമ്മേളനം നമ്മുടെ രാജ്യത്തിന് ആത്മീയ രംഗത്ത് ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സംഭാവനയാണ്.